ഏതൻ കുടുംബം. അവൾ അവിടേക്ക് നടന്നതും ഒരാൾ ഓടി വന്ന് അവൾക്ക് മുന്നിൽ നിന്ന് കൈനീട്ടിയപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. അയാൾ അവളുടെ ബാഗ് വാങ്ങാൻ വന്നതായിരുന്നു. അവൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചു പേർ ആ വിശാലമായ ഹാളിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ ആരോ എന്തോ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീ മിറിയത്തിനുള്ള ഭക്ഷണവുമായി വന്നു. അവൾ വേണ്ടെന്ന് പറഞ്ഞ് പടികൾ കയറി റൂമിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സ്ത്രീ റൂമിലേക്ക് വന്നു. അവർ ഹീബ്രുവിൽ എന്തോ പറഞ്ഞ് അവിടെ നിന്ന് പോയി. അവൾ താഴേക്ക് ചെന്നു. മെറിയം എന്താ ഒന്നും കഴിക്കാത്തത്? കെയ്റയുടെ അച്ഛൻ ചോദിച്ചു. വേണ്ട, വിശപ്പില്ല. അവൾ അയാളെ നോക്കി. അയാൾ അടുത്ത് നിന്ന ആളോട് പറഞ്ഞപ്പോൾ അയാൾ അകത്തേക്ക് പോയി. ഒരു സ്ത്രീ ഒരു ഗ്ലാസ് പാലുമായി അവിടേക്ക് വന്നു. മെറിയം അതെടുത്ത് അയാൾക്കടുത്തിരുന്നു. എന്താ ചിരിക്കാത്തത്? അയാൾ ഹീബ്രുവിൽ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ ഓരോന്നാലോചിച്ചിരുന്നതാ. മമ്മയും അബ്ബയും എവിടെ പോയി? എന്തായിരുന്നു ഇവിടെ എല്ലാവരും കൂടി ചർച്ച? ചർച്ച കുറച്ച് പ്രാധാന്യമുള്ളതാണ് മെറിയം. നീ സമയമാകുമ്പോൾ അറിയും. നാളെ ക്ലാസ് ഇല്ലെങ്കിൽ സിനഗോഗിൽ പോകണം, പ്രാർത്ഥിക്കണം. കേട്ടല്ലോ? കേട്ടു. അയാൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി. സിനഗോഗിൽ നിന്നിറങ്ങാൻ മെറിയം ഒരുപാട് വൈകി. രാത്രിയായല്ലോ. നേരം ഇത്രയൊക്കെ ആയോ? അവൾ പുറത്തിറങ്ങിയപ്പോൾ പാർക്കിങ്ങിൽ ഒരു കാറുമില്ലായിരുന്നു. കാർ എവിടെ പോയി? അവൾ ചുറ്റും നോക്കി. മൊബൈൽ കാറിലാണല്ലോ, എന്തു ചെയ്യും? അവൾ സിനഗോഗിന്റെ മുന്നിലേക്ക് ഓടി. അവൾ നോക്കി നിൽക്കെ സിനഗോഗിന്റെ വാതിലടഞ്ഞു. കാറ്റ് മെല്ലെ വീശി തുടങ്ങി. അവൾ ചുറ്റും നോക്കി. പപ്പാ! അവൾ ഉറക്കെ വിളിച്ചു. അവൾക്ക് മുന്നിൽ ആകെ ഇരുട്ടായിരുന്നു. മെറിയം! ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആരാ? അവൾ ചോദിച്ചു. ദൈവപുത്രനെ കാത്തിരിക്കുന്ന നിന്നെ കൊണ്ടുപോകാൻ വന്ന സാത്താന്റെ പുത്രൻ. അവൻ ചിരിച്ചു. മിറിയം! ദാവീദ് ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. താൻ സ്വപ്നം കണ്ടതാണെന്ന് അവന് മനസ്സിലായി. അവൻ ഫോൺ എടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു. ബാൽക്കണിയിൽ പുറത്തേക്ക് ഉറങ്ങാതെ നോക്കിയിരിക്കുകയായിരുന്നു മിറിയം. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ ഞെട്ടി. എന്നിട്ട് മുന്നിലിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കി. ദാവി കോളിംഗ്. അവൾ കോൾ കട്ട് ചെയ്ത് ദൂരേക്ക് നോക്കിയിരുന്നു. ദൂരെയുള്ള മലകൾക്കിടയിൽ അങ്ങിങ്ങായി വെളിച്ചമുണ്ടായിരുന്നു. ആരൊക്കെയോ തന്നെ പോലെ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ബിസിയാക്കിയല്ലോ. അവൻ വീണ്ടും വിളിച്ചു. അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീണ്ടും ദൂരേക്ക് നോക്കിയിരുന്നു. ദാവീദ് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. അവൻ എഴുന്നേറ്റ് ജനലിന്റെ അടുത്ത് ചെന്ന് നിന്നു. അവൾ എന്താ ഇങ്ങനെ? എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതല്ലേ ഞാൻ. എത്രത്തോളം ദാവീദ്? ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. ആരാ? അവൻ ചോദിച്ചു. ഞാൻ, നീ തന്നെ. മിറിയത്തിനെ നീ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കിച്ചത്? നീ അവളോട് പറഞ്ഞത് അത്രയും കള്ളമായിരുന്നു. അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കള്ളമായിരുന്നില്ലേ? അല്ല, എനിക്ക് അവളെ ഇഷ്ടമാ. ഇപ്പോഴും എപ്പോഴും. കള്ളമാണ് ദാവീദ്. അല്ല, സത്യമാണ്, അവൻ പറഞ്ഞു. പിന്നെന്തിനാ നീ അവളെ വേണ്ടെന്ന് വെച്ചത്? ദാവീദ്, മിറിയം നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്താരും നിന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷേ നിന്റെ മനസ്സിന് അനാവശ്യമായി തോന്നിയ ചിന്തകൾക്ക് പുറകെ ചെന്ന് നീ അവളെ വേണ്ടാന്ന് വെച്ചു. അനാവശ്യ ചിന്തകളല്ല, പാവമാണിവ. എന്റെ അബ്ബയും അമ്മയും കാരണം അവൾക്ക് അവളുടെ പപ്പയെ നഷ്ടപ്പെട്ടു. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ പല സന്തോഷങ്ങളും എനിക്ക് നൽകണം. ഇവയുടെ പപ്പ നഷ്ടപ്പെട്ടത് നിന്റെ അബ്ബയും അമ്മയും കാരണമല്ല. അതവളുടെ മാതാപിതാക്കളുടെ കർമ്മദോഷം. ആൽവിന്റെ ചെയ്തികളാണ് അവന്റെ ജീവിതം നഷ്ടപ്പെടാൻ കാരണം. ശരിയായിരിക്കാം, പക്ഷേ ഇവ എന്ത് തെറ്റ് ചെയ്തു? മെറിയം എന്ത് തെറ്റ് ചെയ്തു? ആ ശബ്ദം തിരിച്ചു ചോദിച്ചു. ദാവീദ് ഒന്നും മിണ്ടിയില്ല. മെറിയം എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതോ? മതി, എനിക്ക് കേൾക്കണ്ട. ദാവീദ് ചെവി ഒത്തിപ്പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ ചെവിയിൽ നിന്ന് കൈയെടുത്തു. എനിക്കറിയാം എന്റെ മെറിയം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ എന്തോ ഒന്ന് എന്നെ ഇവയുടെ അടുത്ത് പിടിച്ചു നിർത്തുന്നു. ദാവീദ് ബെഡിൽ കിടന്നാലോചിച്ചു. എന്റെ മെറിയത്തിന് എന്നെ മനസ്സിലാകും. ഓരോന്നാലോചിച്ച് ദാവീദ് വീണ്ടും ഉറങ്ങി. മിറിയം കണ്ണു തുറന്ന് നോക്കുമ്പോൾ പതിവ് പോലെ തന്നെ ജോലിക്കാർ അവൾക്ക് ആവശ്യമായ വസ്തുക്കളുമായി നിൽക്കുന്നുണ്ടായിരുന്നു.
ബോക്കർട്ടോ സാറാ, അവർ ഒരുമിച്ച് പറഞ്ഞു. ബോക്കർട്ടോ, അവൾ തിരികെ പറഞ്ഞു. അവർ അതെല്ലാം മേശമേൽ വെച്ച് തിരികെ പോയി. മറിയം ഫ്രഷായി വന്ന് അവർ കൊണ്ടുവന്ന് വെച്ചതിൽ നിന്ന് തന്റെ കപ്പെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ദൂരെ പരന്നു കിടക്കുന്ന മലനിരകളിലേക്ക് നോക്കി അവൾ കോഫി കുടിച്ചു നിന്നു. സേറാ, കേറ അവിടേക്ക് വന്നു. എന്താ മമ്മ? സേറ, നീ കേരളത്തിൽ എന്നെ മമ്മ എന്ന് വിളിക്കുന്നത് പോലെ അല്ല ഇവിടെ. നീ ഏതൻ ഫാമിലിയിലെ കുട്ടിയാണെന്ന് നിനക്കറിയില്ലേ? അറിയാം ഈമ. പോരെ, മമ്മയായാലും ഈമയായാലും അമ്മയായാലും അർത്ഥം ഒന്ന് തന്നെയല്ലേ? നിന്നോട് എൻ്റെ അബ്ബ ഇന്ന് സിനഗോഗിൽ പോകാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. പോകുന്നില്ലേ? പോകുന്നുണ്ട്. അധികം വൈകണ്ട, വേഗം ഇറങ്ങണം. ഒരുപാട് ദൂരം പോകാനുള്ളതാ. വേഗം പോയി വരണം. ശരി ഈമ, അവൾ ആ കുന്നിലേക്ക് നോക്കി പറഞ്ഞു. കേറ പോയപ്പോൾ മറിയം റൂമിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറി ഷോൾ കഴുത്തിൽ ചുറ്റി റൂമിൽ നിന്നിറങ്ങി. ഗുഡ് മോർണിംഗ് മോളെ, അക്കു പറഞ്ഞു. ഗുഡ് മോർണിംഗ് പപ്പ. അവൾ ചെന്ന് അക്കുവിനെ കെട്ടിപ്പിടിച്ചു. മോൾ എവിടേക്കാ കാലത്ത് തന്നെ? സിനഗോഗ് പോയി വരാം. ഇന്ന് സിനഗോഗ് പോകണമെന്ന് പപ്പയുടെ അമ്മായിയച്ഛൻ്റെ ഓർഡറുണ്ട്. സിനഗോഗിലേക്ക് ഒരുപാട് ദൂരമില്ല മോളെ, പപ്പ വരാൻ കൂടെ. വേണ്ട പപ്പ, ഡ്രൈവർ ഉണ്ടല്ലോ, ഞാൻ പോയി വരാം. ശരി, അധികം വൈകാൻ നിൽക്കണ്ട. ഓക്കെ പപ്പ. അവൾ അവിടെ നിന്നിറങ്ങി കാറിൽ കയറി. പോകുന്ന വഴിയിൽ ആ മലഞ്ചെരുവിലേക്ക് നോക്കി. വഴിയിൽ ചെക്കിങ്ങിനായി കാർ നിർത്തിയപ്പോൾ അവൾ കാർഡെടുത്ത് കാണിച്ചു. പോലീസ് അവരെ കയറ്റിവിട്ടു. ഗലീലിയൻ മലനിരകളിൽ നിന്ന് വന്ന തണുത്ത കാറ്റ് അവളെ തലോടിപ്പോയി. സിനഗോഗിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ അവൾ ഇറങ്ങി. കാറ് പാർക്കിങ്ങിലേക്ക് പോയി. അവൾ ഒരു വെള്ള ഫുൾ സ്ലീവ് കോട്ടെടുത്തിട്ട് ഷോൾ കൊണ്ട് തലവഴി ചുറ്റി സിനഗോഗിൽ സ്ത്രീകൾക്കായിട്ടുള്ള ഇടത്തേക്ക് ചെന്നു. നിക്കോളയുടെ മകൻ ആരോഹാനായിരുന്നു കാർമ്മികത്വം വഹിച്ചിരുന്നത്. അദ്ദേഹം തോറ എടുത്ത് അതിലെ മഹത് വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ കണ്ണുകൾ അടച്ച് ഒരു ചുമരിനോട് ചാരിയിരുന്നു. അവളുടെ പ്രാർത്ഥനയിൽ ആകെ ദാവീദ് മാത്രമായിരുന്നു. എവിടൊക്കെയോ അവ്യക്തമായി ഇമ്മാനുവേൽ കടന്നു വന്നു. അപ്പോഴെല്ലാം അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. പ്രാർത്ഥന കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങി കുറച്ചു നേരം സിനഗോഗിന് പുറത്തിരുന്നു. അന്നേരമാണ് ആരോഹാൻ അവിടേക്ക് വന്നത്. സാറാ, അയാൾ അവളെ വിളിച്ചു. ആരോഹാൻ, ഇരിക്കൂ, അവൾ പറഞ്ഞപ്പോൾ അയാൾ അവൾക്കരികിലിരുന്നു. എന്താ ഒരു ആലോചന? ആരോഹാൻ, താങ്കൾക്ക് ഏതൻ ഫാമിലിയുടെ ചരിത്രം മുഴുവൻ അറിയില്ലേ? അറിയാം. എൻ്റെ അബ്ബ നിക്കോള എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സിനഗോഗിന്റെ കാർമ്മികത്വം ഏറ്റെടുക്കണമെങ്കിൽ അതെല്ലാം അറിഞ്ഞിരിക്കണം. എങ്കിൽ പറയൂ, ആരാണ് ഇമ്മാനുവൽ ഏതൻ? എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയണം. ശരി, എൻ്റെ കൂടെ വരൂ. അയാൾ എഴുന്നേറ്റ് നടന്നു. പിന്നാലെ മറിയവും. മുകളിലെ മുറിയിലെ പുസ്തകങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് അയാൾ അവളെ കൊണ്ടുപോയി. അവിടെ നിന്ന് അയാൾ ഒരു വലിയ പുസ്തകം എടുത്ത് അവൾക്ക് കൊടുത്തു. ഇമ്മാനുവൽ ഏതന്റെ ഡയറികളെല്ലാം ഒരൊറ്റ പുസ്തകമാക്കിയതാണ്. സാറ വായിച്ച് തിരികെ തന്നാ മതി. ടോഡ, അവൾ ആ ബുക്ക് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൾ ബുക്ക് കൊണ്ട് പാർക്കിങ്ങിലേക്ക് പോയി. അവൾ കാറിൽ കയറി. ബുക്ക് സീറ്റിൽ വെച്ച് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ചെക്കിങ് കഴിഞ്ഞ് പ്രൈവറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് എത്തിയതും അവളുടെ കാറ് പെട്ടെന്ന് നിന്നു. എന്തുപറ്റി? അറിയില്ല സേറ. അയാൾ കാറിൽ നിന്നിറങ്ങി നോക്കി. സേറ, ഞാൻ വേറെ കാറ് വീട്ടിലേക്ക് വിളിച്ച് വരാൻ പറയാം. വേറെ കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എപ്പോൾ പോകാനാണ്? അവൾ ബുക്കെടുത്ത് കാറിൽ നിന്നിറങ്ങി. ടാക്സി കിട്ടുമോ എന്ന് നോക്കാം. അവൾ റോഡിലേക്ക് നോക്കി നിന്നു. പെട്ടെന്നൊരു കാർ വന്ന് നിന്നു. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. എന്തുപറ്റി? പെട്ടെന്ന് അയാൾ മലയാളത്തിൽ ചോദിച്ചു. പിന്നെ ഹീബ്രുവിൽ ചോദിച്ചു. മലയാളിയാണോ? അവൾ ചോദിച്ചു. കാറിനെന്തുപറ്റി? അവൻ തിരികെ ചോദിച്ചു. അറിയില്ല, പെട്ടെന്ന് നിന്നു. എവിടേക്കാ പോകുന്നത്? അവൾ സ്ഥലം പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാനും ആ വഴിക്കാ, കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവൾ ഒന്ന് ആലോചിച്ച് നിന്നു. ഓക്കെ. അവൾ ബുക്ക് പിടിച്ച് അയാളുടെ കാറിൽ കയറി. ഇവിടെ മലയാളികളെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവൾ പറഞ്ഞു. ഞാൻ മലയാളിയല്ല, പക്ഷേ മലയാളം അറിയാം. അതെങ്ങനെ? അതൊക്കെ അറിയാം. ഇയാളുടെ പേരെന്താ? എൻ്റെ പേര് സേറ മറിയം എബ്രഹാം. താങ്കളുടെ പേര്? ജോനഥൻ. എന്തു ചെയ്യുന്നു? അവൾ ചോദിച്ചു. നിലവിലൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജെറുസലേം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോയിൻ ചെയ്യണം. ഞാൻ അവിടെയാ പഠിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. റിയലി? അപ്പോൾ ഞങ്ങൾക്ക് പുതിയ സാറ് വരുന്നെന്ന് പറഞ്ഞത് താങ്കളാണോ?
അതിനുത്തരമായി അവൻ ചിരിച്ചു. ഓക്കെ, അപ്പോൾ മലയാളം എങ്ങനെ അറിയാമെന്ന് പറഞ്ഞില്ല? ആക്ച്വലി ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളാണ്. എനിക്കങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്. അവൻ ചിരിച്ചു. മലയാളം അറിയാം. എൻ്റെ അബ്ബ ജൂതനാണ്, മമ്മ സ്കോട്ട്ലാൻഡുകാരിയും. മമ്മ ജനിച്ചത് സ്കോട്ട്ലാൻഡിലാണ്, പക്ഷേ മമ്മയുടെ പേരൻസ് ഫ്രം കേരള. അവർ സ്കോട്ട്ലാൻഡിൽ സെറ്റിലായതാണ്. എന്നെപ്പോലെ തന്നെ, പക്ഷെ വ്യത്യാസമുണ്ട്. പപ്പ ക്രിസ്ത്യൻ, മമ്മ ജൂത. പപ്പ ഫ്രം കേരള, പപ്പയുടെ പേര് എബ്രഹാം. എല്ലാവരും അക്കു എന്ന് വിളിക്കും. മമ്മയുടെ പേര് കേറ. ഒരു ബ്രദറുമുണ്ട്, ആരോൺ എബ്രഹാം. ആരോൺ എബ്രഹാം? അവൻ ചോദിച്ചു. യെസ്, അവൻ സ്കോട്ട്ലാൻഡിലാണ്. ഒരു 3 year ആയി. ഇതല്ലേ ആള്? ജോനഥാൻ ഫോൺ തുറന്ന് കാണിച്ചു കൊടുത്തു. യെസ്, എൻ്റെ ബ്രോയെ അറിയാമോ? അറിയാം, എൻ്റെ കസിൻ പരിചയപ്പെടുത്തി തന്നതാ. ആരോണിന് എന്തോ പ്രൊജക്റ്റിന്റെ ഭാഗമായി കുറച്ച് ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന സ്വഭാവമുണ്ടേ. അപ്പോൾ ആരോണിന് വേണ്ട ഫോട്ടോസ് ഞാനാണ് എടുത്തു കൊടുത്തത്. റിയലി? യെസ്. അപ്പോൾ താനാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സാറ. പിന്നെ 2 പേരുകളുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കാണാം. ഒന്ന് ആര്യൻ എന്നാണെന്ന് തോന്നുന്നു. അതെ അതെ, ആര്യൻ. പിന്നെ ദാവീദ്. ദാവീദ്, യെസ്. ഇപ്പോൾ ഓർമ്മ വന്നു. ജോനഥാൻ നേരെ നോക്കി. ദാ ഇവിടെ, അവൾ പറഞ്ഞപ്പോൾ ജോനഥാൻ കാർ നിർത്തി. ഇറങ്ങുന്നില്ലേ? വീട്ടിലേക്ക് കയറിയിട്ട് പോകാം. നോ, പിന്നൊരിക്കലാകാം. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അതാ, നെക്സ്റ്റ് ടൈം തീർച്ചയായും വരും. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ ദി ലിഫ്റ്റ്. ഇറ്റ്സ് ഓക്കെ. ജോനഥാൻ കാർ മുന്നോട്ടെടുത്തു. മിറിയം ഗേറ്റ് കടന്നകത്തേക്ക് പോയപ്പോൾ ജോനഥാൻ കാർ നിർത്തി തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു. മിറിയം ബുക്കുമായി അകത്തേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ കാര്യമായി എന്തോ ചർച്ചയിലായിരുന്നു. അവൾ കോണിപ്പടികൾ കയറി റൂമിലേക്ക് പോയി. കാർ എവിടെ? കേറ ചോദിച്ചു. അത് ബ്രേക്ക് ഡൗൺ ആയി ഈമ. എനിക്കൊരാൾ ലിഫ്റ്റ് തന്നു. വൺ മിസ്റ്റർ ജോനഥാൻ, ആരോണിന്റെ ഫ്രണ്ടാണ്. ഇതെവിടുന്നാ ബുക്ക്? ആരോഹൻ തന്നതാ. വായിച്ച് തിരിച്ചു കൊടുക്കണം. എന്താ ഈമ താഴെ ഒരു ചർച്ച? ഇന്നലെ ഉണ്ടായിരുന്നു. അതോ, നിനക്കിവിടെ ഉണ്ടായിരുന്ന ഇരുണ്ട ഭൂമി എന്നൊരു സ്ഥലത്തെക്കുറിച്ച് അറിയില്ലേ? സാത്താൻ വർഷിപ്പ് നടത്തുന്ന സ്ഥലം. അന്ന് നഥാനങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ആ അതന്നെ. ആ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്തു. അവിടെ എന്തോ പണിയാനുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് അത് നമ്മുടെ, അതായത് ഏഥൻ ഫാമിലിയുടെ സ്ഥലമാണെന്ന് തെളിഞ്ഞത്. അപ്പം അതിൻ്റെ ചർച്ചയായിരുന്നു ഇന്നലെ. ഇന്ന് അവിടെ നമ്മൾ എന്ത് പണിയുമെന്നായിരുന്നു ചർച്ച. ലാസ്റ്റ് ഒരു കോളേജ് പണിയാമെന്നതിലെത്തി. അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നഥാൻ അയച്ചപ്പോൾ അവൻ പറഞ്ഞു ഇനി അതെല്ലാം ദാവീദ് നോക്കിക്കോളുമെന്ന്. അപ്പോൾ ദാവീദ് വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഉണ്ടാകും, വരണമല്ലോ. സ്ഥാനം ഏറ്റെടുക്കണ്ടേ അവന്? കേറ അതും പറഞ്ഞു പോയി. മെറിയം എന്തോ ആലോചിച്ചിരുന്നു. എന്നിട്ട് ആ ബുക്ക് തുറന്നു. ഇമ്മാനുവൽ ഏഥൻ. തോബിയാസ്! ഇമ്മാനുവൽ വിളിച്ചത് കേട്ടപ്പോൾ തോബിയാസ് വേഗം അവന്റെ മുറിയിലേക്ക് ഓടി വന്നു. മേലേക്ക്! തോബിയാസ്, ഈ ഇരുണ്ട ഭൂമിയിലേക്ക് എങ്ങനെയാ പോവുക? മേലേക്ക്, പലപ്പോഴായി താങ്കൾ ഈ കാര്യം എന്നോട് പറയുന്നു. എന്നെക്കൊണ്ട് താങ്കൾ പലവട്ടം ഇത് ആവർത്തിപ്പിക്കുന്നു തോബിയാസ്. ഇമ്മാനുവൽ പുഞ്ചിരിച്ചു. അങ്ങേക്ക് അവിടെ പോകാൻ പാടില്ല. വേറെ എവിടേക്ക് വേണമെങ്കിലും പോകാം. അത് ഇരുണ്ട ഭൂമിയാണ്, കറുത്ത യൂതന്മാരുടെ മണ്ണ്. അവിടെ പോകാൻ അങ്ങേക്ക് അനുവാദമില്ല മേലേക്ക്. തോബിയാസ്, ഈ മണ്ണിൽ പിറന്ന എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് എല്ലായിടവും. രാജ്യങ്ങൾ അതിർത്തികൾ കെട്ടിപ്പൊക്കിയെന്ന് കരുതി കാറ്റും വെളിച്ചവും മഴയും മഞ്ഞും ആ അതിർത്തിക്കുള്ളിൽ മാത്രമല്ല അവരുടെ കർമ്മം നിർവഹിക്കുന്നത്. ഇരുണ്ട ഭൂമിയിൽ വീശുന്ന കാറ്റ് ആ ഗലീലിയൻ മലനിരകളിലും ചെന്നെത്തുന്നുണ്ട്. എന്റെയും താങ്കളുടെയും അടുത്തെത്തുന്നുണ്ട്. പിന്നെന്തിനാ എനിക്ക് ഇങ്ങനെയൊരു നിയന്ത്രണം? അങ്ങ് പഠിച്ചവനാണ്. എനിക്ക് അങ്ങയുടെ അത്രയും വിവരമില്ല. എന്റെ കർമ്മം അങ്ങയെ രക്ഷിക്കുക മാത്രമാ. അങ്ങയ്ക്ക് അവിടേക്ക് പോകാൻ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ മേലേക്ക് പോകരുത് അവിടേക്ക്. എന്നോടിനി അതിനെക്കുറിച്ച് ചോദിക്കുകയും അരുത്. തോബിയാസ്, എനിക്ക് താങ്കളെ മനസ്സിലാകും. അതേപോലെ താങ്കളും എന്നെ മനസ്സിലാക്കണം. ഈയിടെയായി എന്റെ മനസ്സ് വല്ലാതെ എന്നോട് ആവശ്യപ്പെടുന്നു ഇരുണ്ട ഭൂമിയിലേക്ക് ചെല്ലുവെന്ന്. ഇമ്മാനുവൽ പ്രതീക്ഷയോടെ തോബിയാസിനെ നോക്കി. മേലേക്ക്! തോബിയാസ് തനിക്ക് മുന്നിൽ തോറ്റുപോയെന്ന് ഇമ്മാനുവലിന് മനസ്സിലായി. പ്ലീസ്, ഞാൻ ആരാണെന്ന് അവിടെയുള്ളവർ അറിയില്ല. ഞാൻ എവിടേക്കാണ് പോയതെന്ന് ഇവിടെയുള്ളവരും അറിയില്ല. മേലേക്ക്! ശരി, അങ്ങേക്കെതിരെ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ വെറും അടിമയായിട്ട് കൂടി അങ്ങ് എന്നെ താങ്കൾ എന്നെ അഭിസംബോധന ചെയ്യാറുള്ളൂ. ഒരാളെ എങ്ങനെ തളർത്താമെന്ന് അങ്ങേക്ക് നന്നായി അറിയാം. തോബിയാസ് ചിരിച്ചു.
അങ്ങേക്ക് ഇരുണ്ട ഭൂമിയിൽ പോകണമെങ്കിൽ അതിനങ്ങ് പൗർണമി വരെ കാത്തിരിക്കണം. അതെന്താ തോബിയാസ്? അന്നത്തെ ദിവസം ദുഷിച്ച ശക്തികൾ ക്ഷയിക്കുന്നതാണ്. അങ്ങേക്ക് അവിടെ നിന്നും ഒരാപത്തും സംഭവിക്കില്ല. അതുകൊണ്ട് പൗർണമി വരെ മേലേക്ക് കാത്തിരിക്കണം. ശരി, എന്നാണ് ആ ദിവസം? ഇമ്മാനുവൽ അക്ഷമനായി ചോദിച്ചു. 4 നാളുകൾക്കപ്പുറം. അതിനു മുൻപ് അങ്ങ് അവിടേക്ക് പോകരുത്. ഇല്ല തോബിയാസ്, അതിനു മുൻപ് ഞാൻ അവിടേക്ക് പോകില്ല, ഉറപ്പു തരുന്നു. ശരി മേലേക്ക്. അയാൾ പുറത്തേക്ക് പോയപ്പോൾ ഇമ്മാനുവൽ ബെഡിൽ വന്നു കിടന്ന് പാതി വായിച്ചു വെച്ച പുസ്തകം തുറന്നു. എത്ര ശ്രമിച്ചിട്ടും വായനയിൽ ശ്രദ്ധിക്കാൻ ഇമ്മാനുവലിന് കഴിഞ്ഞില്ല. അയാൾ എഴുന്നേറ്റ് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ബാൽക്കണിയിൽ ചെന്ന് ദൂരേക്ക് നോക്കി നിന്നു. ഇമ്മാനുവലേത്തൻ, 4 ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ, അവൻ സ്വയം പറഞ്ഞു. ഇമ്മാനുവൽ! വിളി കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അവൻ വേഗം സിഗരറ്റ് താഴെയിട്ടു. അബാ! അവൻ റൂമിലേക്ക് ചെന്നു. ഇമ്മാനുവൽ, നിന്റെ പഠനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ കച്ചവടങ്ങളെല്ലാം നോക്കേണ്ടതും ഈ വീട് ഭരിക്കേണ്ടതുമെല്ലാം നീയാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് എല്ലാം മെച്ചപ്പെടുത്താൻ എന്ത് വേണമെന്ന് നീ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കണം. ശരിയപ്പാ, ഇമ്മാനുവൽ പറഞ്ഞു. അബ്ബ പോയപ്പോൾ ഇമ്മാനുവൽ തന്റെ അലമാര തുറന്ന് ഒരു മാപ്പ് എടുത്ത് ബെഡിൽ നിവർത്തിവെച്ചു. ബിസിനസ് മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞ് അബ്ബ തനിക്ക് മുന്നിൽ നീട്ടിയത് വലിയൊരു ഓഫറാണ്, യാത്രകൾ ചെയ്യാൻ. ഇമ്മാനുവൽ ചിരിച്ചു. എവിടുന്ന് തുടങ്ങും? അയാൾ ആ ലോക ഭൂപടത്തിൽ ആകെ കണ്ണോടിച്ചു. യെസ്, ഇന്ത്യ. ഇമ്മാനുവൽ വിരൽ കൊണ്ട് ഇന്ത്യക്ക് മേലെ വട്ടം വരച്ചു. ബ്രിട്ടീഷ് അധിനിവേശമാണിപ്പോൾ ഇന്ത്യ മുഴുക്കെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സാമ്രാജ്യത്വം ഉറപ്പിച്ചിരിക്കുന്നു അവിടെ. സ്വന്തം മണ്ണിൽ അടിമയായിരിക്കുക എത്രത്തോളം കഷ്ടമാണ്. ഇമ്മാനുവൽ ബെഡിൽ കിടന്നു. ഇന്ത്യയെ മാറ്റിവെക്കാം. ഇപ്പോൾ ഇരുണ്ട ഭൂമിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. 4 ദിവസങ്ങൾ വേഗം പോയിരുന്നെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? അവൻ ആലോചിച്ചു. ഇരുണ്ട ഭൂമി, പേര് പോലെ തന്നെ കറുത്ത ഭൂമി, കറുത്ത മണ്ണ്, കറുത്ത നിറങ്ങൾ മാത്രം. മണ്ണിൽ അങ്ങിങ്ങായി തലകുത്തനെ കുത്തിവെച്ച കുരിശുകൾ, അടുപ്പിച്ചടുപ്പിച്ച് കറുത്ത നിറം പൂശിയ വീടുകൾ. പലരും പല കാര്യങ്ങൾക്കുമായി അവിടെയും ഇവിടെയും നടക്കുന്നുണ്ടായിരുന്നു. ഒരു പൂവിന്റെ മേലെ ഇരുന്ന ചിത്രശലഭത്തിനു പിന്നിൽ അതിനെ പിടിക്കാൻ എന്നോണം ഒരു കൈ വന്നു. എസ്തേർ! വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ചുണ്ടിന്മേൽ കൈവച്ച് മിണ്ടരുതെന്ന് കാണിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയതും ആ പൂമ്പാറ്റ പറന്നുപോയിരുന്നു. എന്തിനാ എന്നെ വിളിച്ചേ? കണ്ടില്ലേ, അത് പറന്നുപോയി. അതിന് നിറമുണ്ട്, അവളുടെ കൂട്ടുകാരികളിൽ ഒരാൾ പറഞ്ഞു. നമുക്ക് നിറങ്ങൾ പാടില്ലല്ലോ. കറുപ്പും ഒരു നിറം തന്നെയാ കാത്തി. അവൾ ചിരിച്ചു. ഒരു നിറങ്ങളും പാടില്ലെങ്കിൽ നമ്മൾ നഗ്നരായി നടക്കണം. പക്ഷെ നഗ്നതയ്ക്ക് നിറമുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ നിറം. അത് കാണുന്നവരുടെ കണ്ണിൽ തെളിയുന്ന നിറം, അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ നിറം. അങ്ങനെ പല നിറങ്ങൾ. അവൾ നടന്നു. എസ്തേർ, നിനക്ക് നിറങ്ങളോടുള്ള പ്രിയം ആരും അറിയണ്ട, കാത്തി പറഞ്ഞു. നിറങ്ങളെ പ്രണയിച്ചാൽ എന്താ കുഴപ്പം? ഈ ഭൂമി എല്ലാവർക്കും, എല്ലാ ജീവനുകൾക്കും അവകാശപ്പെട്ടതാ. ഇരുണ്ട ഭൂമിയിലും സൂര്യൻ ഉദിക്കുന്നുണ്ട്, വെളിച്ചം തരുന്നുണ്ട്. അതെന്താ ആർക്കും തടയാൻ കഴിയാത്തത്? നമുക്ക് നിറങ്ങളെ ആഗ്രഹിക്കാൻ പാടില്ല എസ്തേർ, അത് നമ്മുടെ വിധിയാണ്. വിധിയല്ല കാത്തി, അത് നമ്മളിൽ അടിച്ചേൽപ്പിച്ചതാ. ആ വഴിയിലൂടെ എസ്തേറും കാത്തിയും നടന്നു. നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആരോ മതം സ്ഥാപിക്കുമ്പോൾ ദൈവത്തിന്റെ ഒപ്പം ദൈവം സൃഷ്ടിച്ച ദൂതന്മാരെയും ആരാധിക്കണമെന്ന് പറഞ്ഞു. ഏക ദൈവമാണ് യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക്. അവർക്ക് അത് അംഗീകരിക്കാനായില്ല. കുറച്ചു പേർ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകളുടെ ഒപ്പം നിന്നു. ദൈവത്തിന്റെ ദൂതന്മാരിൽപ്പെട്ടതാണ് സാത്താനും. പക്ഷേ ആദിയിൽ പാപം ചെയ്ത സാത്താനെ അവർക്ക് അംഗീകരിക്കാനായില്ല. അവർ നമ്മുടെ ജനങ്ങൾക്ക് നേരെ കല്ലുകൾ എറിഞ്ഞു. നമ്മളെ സാത്താൻ സേവകരെന്ന് മുദ്രകുത്തി. നമ്മളെ ഈ മല കയറ്റിവിട്ടു. നമ്മളെ അടിച്ചമർത്തപ്പെട്ട വർഗമാക്കി. നമ്മളെ തിന്മയുടെ ജനങ്ങളാക്കി മാറ്റി. സ്വന്തം ദൂതൻ തിന്മയിലേക്ക് പോയതറിയാത്ത ദൈവം എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കും? എസ്തേർ ചോദിച്ചു. ഉയർന്നു നിൽക്കുന്നവർക്ക് താഴ്ത്തപ്പെട്ടവരെ ഒന്നുകൂടി ചവിട്ടാനുള്ള ത്വരയുണ്ടാകും കാത്തി. അത് മനുഷ്യവാസനയാണ്. ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് ശരിയാകുമ്പോൾ സാത്താന് ബലിയർപ്പിക്കുന്നത് എങ്ങനെ തെറ്റാകും? മനുഷ്യനായാലും ആടായാലും എന്ത് ജീവിയായാലും ജീവൻ തന്നെയല്ലേ? പക്ഷേ നമ്മൾ തെറ്റുകാര്. എല്ലാവർക്കും അവരവരുടെ ശരികളുണ്ടാകും, തെറ്റുകളും ഉണ്ടാകും. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ അർഹരല്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവരെതിർക്കുന്നതിനെ നമ്മൾ ദൈവമായി കാണുന്നു. അതെ, പക്ഷെ ഇപ്പോ നമ്മുടെ രക്തത്തിൽ പോലും അലിഞ്ഞുപോയ പല കാര്യങ്ങളുമുണ്ട് എസ്തേർ.
നമുക്ക് കറുപ്പ് നിറത്തെ അല്ലാതെ മറ്റൊരു നിറത്തെയും ഇഷ്ടപ്പെടാൻ കഴിയില്ല. കാത്തിയുടെ മുഖം വാടി. കാത്തി. അവൾ കാത്തിക്ക് മുന്നിൽ നിന്നു. നിറങ്ങളെ നമുക്കും ആഗ്രഹിക്കാം, ഇഷ്ടപ്പെടാം. നോക്കിക്കോ, ഞാൻ നിറങ്ങളുടെ ലോകത്തേക്ക് പോകും. എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വരും. നിന്നെ കൊണ്ടുപോകാൻ ഇസ്രായേലിലെ രാജകുമാരൻ വരും. കാത്തി അവളെ കളിയാക്കി. വരും, നോക്കിക്കോ, രാജകുമാരൻ തന്നെ വരും. എന്നിട്ട് ഈ എസ്തേറിനെ കൊണ്ടുപോകും. അപ്പോ നീ ഇരുണ്ട ഭൂമി വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ എസ്തേർ? കാത്തി ചോദിച്ചു. എനിക്ക് ഈ ലോകമെല്ലാം കാണണം കാത്തി. അതിന് എനിക്ക് പോയേ തീരൂ. നീ ഞങ്ങളുടെ രാജകുമാരി. അരുതെന്ന് പറയാൻ എനിക്കാവില്ല. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. നേരം ഒരുപാടായി എസ്തേർ, നമുക്ക് വേഗം പോകാം. വൈകിയാൽ വഴക്ക് കേൾക്കും. ഇങ്ങനെ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ല. പോകാം. ഓടാൻ തുടങ്ങിയ കാത്തിയുടെ കൈ പിടിച്ച് എസ്തേർ പറഞ്ഞു. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? എനിക്ക് പൗർണമിയുടെ എന്ന് പുറത്തു പോകണം. പൗർണമിക്കോ? അതെ, ആ കുന്നിൻ മുകളിൽ പോയി നിന്ന് എനിക്ക് പൂർണ്ണചന്ദ്രനെ കാണണം. സാവത അഥവാ മുത്തശ്ശി പറഞ്ഞു കേട്ടതാ. ആ കുന്നിന്റെ മുകളിൽ കയറി പൂർണ്ണചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചതെല്ലാം നടക്കുമെന്ന്. എനിക്ക് പോകണം. ഇല്ല, അന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല എസ്തേർ. ആരും അറിയാതെ പോകാം. ഞാൻ ആരോടും പറയില്ല, നീയും പറയരുത്. ഞാൻ പോകും. അന്ന് ഇരുണ്ട ഭൂമിയിൽ നിന്നും ആരും പുറത്തേക്ക് പോകില്ല. നമ്മുടെ ജീവന് പോലും ആപത്താണ്. ഇല്ല, ഒന്നും സംഭവിക്കില്ല. എനിക്ക് പോകണം. ഞാൻ പോകും. പേടിയാണെങ്കിൽ നീ വരണ്ട. ഞാൻ പോകുന്നത് ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. വായോ, പോകാം. എസ്തേർ. അബ്ബാ. അവൾ അച്ഛനെ നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേഗം ഉറങ്ങണം. നാളെ നേരം പുലരുന്നതിന് മുൻപേ പ്രാർത്ഥനയുള്ളതാണ്. ശരിയപ്പാ. എസ്തേർ വേഗം ഭക്ഷണം കഴിച്ച് കിടക്കാനായി ചെന്നു. അവൾ വാതിലടച്ച് കട്ടിലിന് താഴെയുള്ള പെട്ടി പുറത്തേക്കെടുത്തു. ഇമ്മാനുവൽ. അബ്ബാ. നാളെ നേരത്തെ സിനഗോഗിൽ പോകണം, ഓർമ്മയുണ്ടല്ലോ? ഉണ്ടബ്ബാ. ആ പെട്ടി എസ്തേർ കട്ടിലിൽ വെച്ച് തുറന്നു. പലയിടത്തു നിന്നും അവൾ ശേഖരിച്ച് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്നവയായിരുന്നു അതിൽ. നിറയെ നിറമുള്ള കടലാസുകളും റിബണുകളും പെൻസിലുകളുമായിരുന്നു ആ പെട്ടിയിൽ. അവൾ റിബണുകൾ എടുത്ത് മുടിയിൽ കെട്ടി കണ്ണാടിയിൽ നോക്കി. എന്നിട്ട് വേഗം തന്നെ അവയെല്ലാം എടുത്തുവെച്ച് പെട്ടി താഴേക്കെടുത്തു വെച്ചു. അവൾ ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോക്കി. ദൂരെ വെളിച്ചങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇമ്മാനുവൽ ബുക്കെടുത്ത് ബാൽക്കണിയിൽ വന്നിരുന്നു. പക്ഷേ എന്തോ വീണ്ടും അവന്റെ ചിന്ത ഇരുണ്ട ഭൂമിയിലേക്ക് പോയി. അവൻ ബുക്ക് താഴെ വെച്ച് ദൂരേക്ക് നോക്കിയിരുന്നു. ഇരുണ്ട ഭൂമിയിലെ മനുഷ്യന്മാർ എങ്ങനെയാണാവോ? ഇമ്മാനുവൽ ആലോചിച്ചു. ആലോചിച്ച് ഇമ്മാനുവൽ ഉറങ്ങിപ്പോയി. അങ്ങനെ ആ ദിവസം വന്നെത്തി പൗർണമി. മെലേക്ക്. തോബിയാസ് ഇമ്മാനുവലിന്റെ അടുത്തേക്ക് വന്നു. ഞാൻ എങ്ങനെ പോകണം തോബിയാസ്? അങ്ങൊറ്റയ്ക്ക് പോകരുത്, ഞാനും വരും. അരുത്, എനിക്ക് തനിച്ചു പോകണം തോബിയാസ്. താങ്കൾ ഇവിടെ വേണം. എന്നെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ഞാൻ പ്രാർത്ഥനയിലാണെന്ന് പറയണം. എന്റെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ആരും വരില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ഇവിടെ വേണം. മെലേക്ക്. തടസ്സം പറയരുത് തോബിയാസ്. ഒരാപത്തും പറ്റാതെ ഞാൻ ഉടനെ തിരിച്ചെത്തിയേക്കാം. താങ്കൾ വഴി മാത്രം പറഞ്ഞു തരിക. നേരെയുള്ള വഴിയിലൂടെ പോകരുത് മേലേക്ക്. ആരെങ്കിലും താങ്കളെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഹെബ്രോൻ കുന്ന് കയറി വേണം പോകാൻ. അതിന്റെ താഴ്വാരത്തുകൂടി തെക്കോട്ട് നടന്നാൽ അവിടെയാണ് ഇരുണ്ട ഭൂമി. ഓക്കെ, ഞാൻ പോയിക്കോളാം. താങ്കൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇമ്മാനുവൽ തന്റെ കോട്ടെടുത്തിട്ട് എപ്പോഴും കൂടെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ പുസ്തകവും പേനയും ഇമ്മാനുവൽ കോട്ടിനുള്ളിൽ വെച്ചു. സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും വെച്ചു. തോബിയാസ് ഇമ്മാനുവലിനെ നോക്കി നിൽക്കുകയായിരുന്നു. ഭയപ്പെടണ്ട. അവൻ തോബിയാസിനെ നോക്കി ചിരിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. രാത്രി യാത്രകൾ ശീലമായ ശേഷം എങ്ങനെ കാവൽക്കാരുടെ കണ്ണുകൾ വെട്ടിക്കണമെന്ന് ഇമ്മാനുവലിന് നന്നായി അറിയാമായിരുന്നു. അവൻ ബാൽക്കണിയിലൂടെ താഴേക്കിറങ്ങി കാവൽക്കാരുടെ മുന്നിൽപ്പെടാതെ മതിലിനപ്പുറമെത്തി. ഹെബ്രോൻ കുന്നിലേക്കുള്ള എളുപ്പവഴിയിലൂടെ ഇമ്മാനുവൽ നടന്നു. പോകണമെന്ന് ഉറപ്പാണോ? കാത്തി എസ്തറിനോട് ചോദിച്ചു. ഉറപ്പാണ്. ആഗ്രഹം സാധിക്കാൻ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ എസ്തർ? മതി. പക്ഷേ സാവത പറഞ്ഞത് നടക്കുമോ എന്ന് അറിയണം എനിക്ക്. നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ? കാത്തി അവളെ നോക്കി. ഞാൻ പ്രാർത്ഥനയിലാണെന്ന് പറയണം. എന്റെ പ്രാർത്ഥന ആരും തടസ്സപ്പെടുത്തില്ല, അറിയാമല്ലോ. അറിയാം. പേടിക്കണ്ട. കാത്തിയുടെ മുഖം കണ്ടപ്പോൾ എസ്തർ പറഞ്ഞു. എനിക്കൊരാപത്തും സംഭവിക്കില്ല. ഞാൻ വേഗം വരും. വരണം. പൗർണമി കഴിഞ്ഞാൽ ബലി കൊടുത്തുള്ള പ്രാർത്ഥനയുണ്ടാകും. അതിന് നീ എത്തണം. ഉറപ്പായും. എങ്കിൽ ഞാൻ പോവുക.
അവൾ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് മെല്ലെ താഴേക്കിറങ്ങി. താഴെ എത്തിയ എസ്തേർ തൂണിന്റെ മറവിൽ നിന്ന് ചുറ്റും നോക്കി. മെല്ലെ ശബ്ദമുണ്ടാക്കാതെ അവൾ ഇരുട്ടിലേക്ക് നടന്നു. ആരുടെയെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ എസ്തേർ മരത്തിന്റെ മറവിലെല്ലാം ഒളിച്ചു നിന്നു. എങ്ങനെയൊക്കെയോ പുറത്തേക്കെത്തി. അവൾ വേഗം വഴിയിലൂടെ ഓടി. ഹെബ്രോൻ കുന്ന് ഓടിക്കേറി അവൾ മുകളിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി. പൂർണ്ണചന്ദ്രനെ മേഘങ്ങൾ മറച്ചിരുന്നു. ഇമ്മാനുവൽ കുന്നു കയറാൻ തുടങ്ങിയതും മേഘങ്ങൾ പതിയെ പൂർണ്ണചന്ദ്രനെ വിട്ടകന്നു. പെട്ടെന്ന് പരന്ന നിലാവിന്റെ വെളിച്ചത്തിൽ ഇമ്മാനുവൽ കുന്നിന്റെ മുകളിലേക്ക് നോക്കി. ആരോ വരുന്ന ശബ്ദം കേട്ട് എസ്തേർ താഴേക്ക് നോക്കി. നിലാവിന്റെ വെളിച്ചത്തിൽ ഇരുവരും പരസ്പരം കണ്ടു. എസ്തേർ ഇമ്മാനുവലിനെയും അവൻ എസ്തേറിനെയും നോക്കി നിന്നു. എസ്തേറിന്റെ നക്ഷത്ര കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാൻ കഴിയാതെ ഇമ്മാനുവൽ ബുദ്ധിമുട്ടി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഇമ്മാനുവൽ കുന്നിന്റെ മുകളിലേക്ക് കയറി എസ്തേറിന്റെ അടുത്ത് ചെന്ന് നിന്നു. താങ്കൾ ആരാണ്? എന്താണ് ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നത്? ഇമ്മാനുവൽ ചോദിച്ചു. താങ്കൾ ആരാണ്? എന്താണ് ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നത്? എസ്തേർ തിരിച്ചും ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചു. ചോദ്യത്തിന് വേണ്ടത് ഉത്തരവാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാ, അവൾ പറഞ്ഞു. ഇവിടെയോ? അവൾ മൂളി. ഇവിടെന്ത് പ്രാർത്ഥിക്കാൻ? എന്റെ സാത്തവ പറഞ്ഞു ഇന്നിവിടെ വന്ന് പൂർണ്ണചന്ദ്രനെ നോക്കി ഇഷ്ടമുള്ളത് ആവശ്യപ്പെട്ടാൽ സാധിക്കുമെന്ന്. അവൾ അവനെ നോക്കി. ഇമ്മാനുവലും. എസ്തേറിന് താൻ അവന്റെ നോട്ടത്തിനു മുന്നിൽ ഇല്ലാതെയാകുന്നതുപോലെ തോന്നി. താങ്കൾ എന്തിനു വന്നതാ? ഞാനും പ്രാർത്ഥിക്കാൻ വന്നതാ, ഇമ്മാനുവൽ പറഞ്ഞു. താങ്കളുടെ പേരെന്താണ്? എസ്തേർ. എസ്തേർ. ഇമ്മാനുവൽ ആ പേരുച്ചരിച്ചു. വീട്? വീട് താൻ ഇരുണ്ട ഭൂമിയിലാണെന്നറിഞ്ഞാൽ എന്നെ ഉപദ്രവിച്ചാലോ? വേണ്ട, പറയണ്ട. വീടിവിടെ അടുത്താ. താങ്കളുടെ പേര്? ഇമ്മാനുവൽ. ഏത്? വേണ്ട, ഞാൻ ഏതനാണെന്നറിഞ്ഞാൽ ഈ സംസാരിക്കുന്നത് ബഹുമാനത്തിലേക്ക് വഴിവെക്കും. അത് വേണ്ട. ഇമ്മാനുവൽ. അവൻ ഒന്നുകൂടി തന്റെ പേര് പറഞ്ഞു. ഇമ്മാനുവൽ, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ, എസ്തേർ പറഞ്ഞു. നേരം ഒരുപാടാകുന്നു, പക്ഷെ പോകാൻ തോന്നുന്നില്ലല്ലോ. അവൾ ആലോചിച്ചു. സമയം വൈകുന്നത് ആപത്താ, പക്ഷേ. ഇമ്മാനുവൽ ആലോചിച്ചു നിന്നു. പ്രാർത്ഥിക്കുന്നില്ലേ? അവൻ ചോദിച്ചു. എസ്തേർ മണ്ണിൽ മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തി. ഇമ്മാനുവൽ അവളെ നോക്കി നിന്നു. എന്ത് ചോദിക്കാനാ ഞാൻ വന്നത്? അവൾ ആലോചിച്ചു. സാവത പറഞ്ഞത് സത്യമാണെങ്കിൽ അടുത്ത നിമിഷം എന്റെ മനസ്സിൽ തെളിയുന്നതെന്തോ അതെനിക്ക് സ്വന്തമാക്കി തരിക. എസ്തേർ കണ്ണുകൾ അടച്ചപ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് ഇമ്മാനുവലിന്റെ മുഖമായിരുന്നു. ഇമ്മാനുവൽ കണ്ണുകൾ അടച്ചു. എസ്തേർ പറഞ്ഞത് ശരിയാണെങ്കിൽ എസ്തേർ ആഗ്രഹിച്ചതെന്തോ അത് നൽകുക. ഇമ്മാനുവൽ പ്രാർത്ഥിച്ചു. അവൻ അവളുടെ തലയിൽ കൈവച്ചു. എസ്തേർ കണ്ണുകൾ തുറന്നു. നീ എന്താണോ പ്രാർത്ഥിച്ചത് അത് നിനക്ക് സ്വന്തമായിരിക്കും. അവൾ എഴുന്നേറ്റ് അവൻ അഭിമുഖമായി നിന്നു. ഞാൻ പ്രാർത്ഥിച്ചത് അരുത്, അത് നടന്നതിന് ശേഷമേ പറയാൻ പാടുള്ളൂ. ഞാൻ പോവുകയാ. എസ്തേർ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. എസ്തേർ, അവൻ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നാളെ കാണുമോ നമ്മൾ? അവൻ ചോദിച്ചു. ഇവിടെ വരുമോ നാളെ? അവൾ ഇല്ലെന്ന് തലയാട്ടി അവിടുന്ന് ഓടിപ്പോയി. മെലേക്ക്? ഇമ്മാനുവലിനെ കണ്ടതും തോബിയാസ് ഓടി വന്നു. താങ്കൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ? ഇത്രയും വേഗം എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇരുണ്ട ഭൂമിയിൽ പോയില്ല തോബിയാസ്, ഇമ്മാനുവൽ പറഞ്ഞു. പോയില്ലെന്നോ? നന്നായി. ദൈവം കാത്തു. ദൈവമല്ല, അവൾ കാത്തു. എസ്തേർ. ഇമ്മാനുവൽ ചിരിച്ചു. എസ്തേർ അതാരാണ്? ഒരു രാജകുമാരി. മിന്നുന്ന നക്ഷത്ര കണ്ണുകളുള്ള ഒരു രാജകുമാരി. ഇമ്മാനുവൽ ബെഡിലേക്ക് മലർന്നു കിടന്നു. അബയോട് പറയട്ടെ? തോബിയാസ് ചോദിച്ചു. ഇല്ല, സമയമായിട്ടില്ല. അവൻ ചിരിച്ചു. കാത്തി? എസ്തറിന്റെ ശബ്ദം കേട്ടപ്പോൾ കാത്തി ചെന്ന് ബാൽക്കണിയുടെ വാതിൽ തുറന്നു. എന്റെ ദൈവമേ, എന്റെ ശ്വാസം നേരെ വീണു. ഞാനിവിടെ ഉരുകിയില്ലാതെയായി എസ്തേർ. പക്ഷെ കാത്തി പറയുന്നതൊന്നും എസ്തേറിന്റെ ചെവിയിൽ വീഴുന്നുണ്ടായിരുന്നില്ല. എസ്തേർ, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? കാത്തി, ഞാനൊരാളെ കണ്ടു. ആരെ? ഇമ്മാനുവൽ. അതാരാ? അറിയില്ല, പക്ഷേ
പക്ഷേ കാത്തി ചോദിച്ചു. എസ്തേർ താൻ പ്രാർത്ഥിച്ചതെല്ലാം കാത്തിയോട് പറഞ്ഞു. അങ്ങനെ നടക്കുമോ? എസ്തേർ കാത്തിയെ നോക്കി. നടന്നാലോ? കാത്തി ചോദിച്ചു. എനിക്കറിയില്ല. അവൾ ബെഡിൽ കിടന്നു. നാളെ നീ പോവോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. എസ്തേർ ബെഡിൽ തിരിഞ്ഞു കിടന്നു. കാത്തി ഉറങ്ങിയിട്ടും എസ്തേറിന് ഉറക്കം വന്നില്ല. കണ്ണുകൾ അടച്ചാൽ ഇമ്മാനുവലിന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇമ്മാനുവലിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഇമ്മാനുവൽ ബെഡിൽ ചാരിയിരുന്നു. നാളെ അവൾ വരുമോ? ഇമ്മാനുവൽ എഴുന്നേറ്റ് അവിടേക്കും ഇവിടേക്കും നടന്നു. പിറ്റേന്നായതും ഇമ്മാനുവൽ പെട്ടെന്ന് കണ്ണു തുറന്നു. തന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇമ്മാനുവൽ ഹെബ്രോൻ കുന്നിന്റെ താഴ്വാരത്ത് തന്റെ കാർ നിർത്തിയിറങ്ങി. ഹെബ്രോൻ കുന്നിന്റെ മുകളിൽ പോയി നിന്നു. മണിക്കൂറുകൾ പോയി തുടങ്ങി. ഇമ്മാനുവൽ കോട്ടിനകത്ത് നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചു. തന്റെ ബുക്കെടുത്ത് വായിച്ചു. ഇടയ്ക്ക് വഴിയിലേക്ക് നോക്കി.